ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണ് സുബി? കണ്ടിട്ട് എന്തോ നമ്മളിന്ന് ആലപ്പുഴ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതേക്കേട്ടാ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, കുറച്ച് ആളുകളോടുണ്ട്. അത് വീഡിയോയിലും ബാക്കി കാണിക്കാം. അതെ, പിന്നെ അവർ വരുന്നതായിരിക്കും. അപ്പോൾ അവരെ കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് ആലപ്പുഴ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവർ ഓൺ ദ വേ ആണ്. അവർ ഇന്നലെ പുറപ്പെട്ടാണ് അവരിവിടെ വന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെയാണ് വന്നത്. അപ്പോൾ അവർ ഇപ്പോൾ എല്ലാവരും കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വരുന്ന ഇതിൽ ബാക്കി അവരെയും കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ബീച്ചൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. വെയിലാണ്. ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ എവിടെ പോവാ ഈ വെയിലത്ത്? പക്ഷെ ആൾക്കാർക്ക് കുറവൊന്നുമില്ല അല്ലേ? ആൾക്കാർ കുറവൊന്നുമില്ല. അതേ അവിടെ ആളുകളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ആലപ്പുഴയുടെ ബീച്ചിലെ വിഷ്വൽസ് കാണാം. യാത്രകളെ പ്രണയിച്ച മെറിൻ. അപ്പോൾ റിസോർട്ട് അവർ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ട് നല്ല അടിപൊളിയാണ്. നല്ല വുഡ് ഫിനിഷ് ആയിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിക്കാണ് ഫുള്ള് ബുക്ക് ഹൗസ് ഇരിക്കുന്നത്. നല്ല പ്ലാന്റ്സും ഒക്കെ ആയിട്ട് നല്ല വൃത്തിക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നത്. നമുക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല, കാരണം എനിക്ക് ഇന്നലെ വർക്കുണ്ടായിരുന്നു. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ലേറ്റായി വന്നപ്പോഴത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെയാണ് വന്നത്. അപ്പോൾ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നല്ല രൂപ. നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്, സെറ്റപ്പും ഒക്കെ. അപ്പോൾ മീറ്ററൈറ്റ്സിൻ്റെ ആദ്യത്തെ ട്രിപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നു. ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വരുന്നത് ഫസ്റ്റ് ട്രിപ്പാണ്. മീറ്ററൈറ്റ്സിൻ്റെ എല്ലായും മുകേഷ് ഭായി നന്ദുവാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ വരാനായിട്ടൊരു വിഷമമുള്ളൂ. അപ്പോഴാണ് മെയിനായിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തി. തുടങ്ങി ഞങ്ങൾ എൻജോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കെ. പേര് ഗൗരി റിസോർട്ട്സ്. ആലപ്പുഴ തന്നെ, ആലപ്പുഴ ടൗണിൽ തന്നെയാണത്. എന്ത് എങ്ങനെ ഉണ്ടായിരുന്നു റിസോർട്ട്? റിസോർട്ട് നല്ലായിരുന്നു. രാത്രിയിൽ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ആണ്. രാത്രി വൈബ് നല്ലൊരു വൈബായിരുന്നു. 7 റൂമായിട്ടായിരുന്നു. ആ സെപ്പറേറ്റ് 9 റൂമാണ്. ഓരോ കോട്ടേജ് പോലെയാണ്. നമ്മൾ ഇന്നലെ വരായിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ വന്നു. രാവിലെ ലേറ്റ് ആയി പോയി, അല്ലെങ്കിൽ ബോട്ടിൽ വരായിരുന്നു. ചെക്കൗട്ട് ചെയ്തതിൻ്റെ 12 മണിയാകുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്.
അത് കഴിഞ്ഞിട്ട് നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് ട്രിപ്പ്? സ്പോട്ടിലാണ് തീരുമാനിക്കുന്നത് അല്ലേ? ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും സീ ഫുഡ് കാര്യങ്ങളൊക്കെ ആലപ്പുഴ വന്ന് സീ ഫുഡ് എൻജോയ് ചെയ്തില്ലെങ്കിൽ അത് മോശമാണല്ലോ. അപ്പോൾ ഷാപ്പിയാണ് പോയപ്പോൾ ഒന്ന് കയറി എന്തായാലും വിളിച്ചേ മീൻകറി മേടിച്ചിരുന്നു, പിന്നെ താറാവ് അങ്ങനെ ഉണ്ടായിരുന്നു. കാണുന്നത് ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഫോട്ടോയില നേരിട്ടാണ് ആൾക്ക് പൈസ അറിയില്ല നമ്മുടെ. പുള്ളിയൊക്കെ കുഞ്ചാക്കോ പോലെ ടൈപ്പാണ്, പെട്ടെന്ന് കണ്ട പ്രായം മനസ്സിലാവൂല. പുള്ളിയുടെ മോൻ ചെറുപ്പക്കാരനാ. വയസ്സായൊരു ചെറുപ്പക്കാരനാണ്. മാക്സിമത്തിൽ പിടിച്ചിട്ടുണ്ടാണ് കൂടിയില്ലത്. നമ്മൾ പറഞ്ഞോണ്ട് പുള്ളി കയറ്റി വെച്ചതാ. ആക്ച്വൽ 47. ചേട്ടൻ എപ്പോഴും പോസ്റ്റ് കാണാറുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ചാൽ അപ്പോഴേ റിപ്ലൈ കൊടുക്കുന്നത്. പുള്ളി എല്ലാ റൂട്ടും കരക്കി കളിച്ചു നിൽക്കണം. നമ്മളിങ്ങനെ പോകണമെങ്കിൽ അതിന്റെ മെയിൻ ആള് സഹിച്ചണം. പിന്നെ നമ്മുടെ റൈഡ് ഇല്ലെങ്കിൽ സഹിച്ചേട്ടൻ സെൽഫ് റൈഡ് ഉണ്ട്. വിളിച്ചു 200 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. ഡെയിലി 200 മോനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കും, അവിടെ കൊണ്ടുവന്നാക്കിയതിനു ശേഷം ആ റൂട്ടുകൾ പോകും. അല്ല ഞാൻ ഇപ്പൊ ഞാൻ ഈ റൂട്ട് പിടിച്ചാലോ ഞാൻ ഏകദേശം 200 കിലോമീറ്റർ എന്ന് പറയുമ്പോഴേ ഈ ആലപ്പുഴ വരെ ഒന്ന് അങ്ങനെ പോകാൻ ആലോചിക്കുന്നു. അതും പ്രത്യേകം ആലോചിക്കണം, ഈ വെയിലത്താണ് ആള് റൈഡ് ചെയ്യുന്നത്. അതും കൂടി ഒന്ന് ആലോചിക്കണം. വെയിലുള്ള സ്ഥലം നോക്കി പാലക്കാട് അവരുടെ വേറെ യൂട്യൂബറെ കിട്ടിയിട്ടുണ്ട്. ഹായ്, ചാനലിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചാനലിൻ്റെ പേര് ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് ഫ്ലയേഴ്സ് റൂട്ട് പാത്ത് എന്നാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ റൈഡ്, മെറ്റോറൈറ്റ്സിൻ്റെ ഈ റൈഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു അടിപൊളി ഒരു എന്താ പറയുക, ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. സോ നല്ല ഹാപ്പിയാണ്, എല്ലാവരും ഒരു ചിയേഴ്സായിട്ട് നിൽക്കുകയാണ്. ഇന്നലെ നമ്മുടെ രാത്രിയിലെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വൈബായിരുന്നു. ഒരു ഫാമിലി പോലെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ നനയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ചൂടെടുത്തിരുന്നപ്പോൾ നനയിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു മഴയും കിട്ടി. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ നിങ്ങളത് മിസ് ഔട്ടായി. അടുത്ത വട്ടം റെഡിയാക്കാം. ഓക്കെ, നെക്സ്റ്റ് ടൈം നിങ്ങൾ വരണം, എൻജോയ് ചെയ്യണം നമ്മുടെ കൂടെ. അതെ, നെക്സ്റ്റ് ടൈം തൊട്ട് ഇത് കണ്ടോ ബോൺ ടു റൈഡ് എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയുള്ളവർക്കാണ് കൊടുക്കണമെന്ന് ബോൺ ടു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൈഡെങ്കിലും വന്നെങ്കിൽ അതാണ്. പക്ഷെ പുള്ളിക്ക് നമ്മൾ ലാറ്റർ എൻട്രി നടത്തിക്ക്. സോ സെറ്റ്. അപ്പം നമ്മളങ്ങനെ മാരാരിക്കുളം ബീച്ചിലെത്തിയേക്കാണ് അല്ലേ? എങ്ങനെയുണ്ട്? നല്ല വെയില്. പ്രൊട്ടക്ഷൻ ആയിട്ട് ഇവിടെ ഒരു കൊടയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ കസേര ഇരിപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ കസേരയിലും അപ്പുറത്തായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ടീമില് ഒരു ടീമാണെങ്കിൽ കോട്ടയം ഭാഗത്തോട്ട് സ്പ്ലിറ്റായി, ബാക്കിയുള്ളവർ ഞങ്ങൾ കുറച്ച് പേര് എറണാകുളം ഭാഗത്തോട്ടാണ് പോകുന്നത്.
എന്താ മുകേഷ് ഭായ്? ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ബിരിയാണി ഉച്ച വെയിലുള്ള വേണ്ടിയിട്ടായിരിക്കും. നല്ല വെയിലാണ് ഇവിടെ. പാരാജി ബീച്ച് സൈച്ചേട്ടൻ പറയുന്നത്. എങ്ങനെയുണ്ട് സഹിച്ചേട്ടാ വെയിലൊക്കെ? നല്ല ചൂടാണ്. നമ്മൾ പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ റൈഡ് ചെയ്തോണ്ടിരിക്കും. നമ്മൾ തീ കുരുത്താനും വേഗം നമുക്കൊരു പ്രശ്നമല്ല. നമുക്കൊരു പ്രശ്നമല്ല. കത്ത് പിടിക്കും കുറച്ചൂടെ വന്നവിടെ. നമ്മളത് ആദ്യമായിട്ട് ജങ്കാറിൽ ഒന്ന് കയറാൻ പോവാണ്. ഇതുവരെ ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 6 ബൈക്കുകളും ഇപ്പോൾ ജങ്കാറിൽ കയറാൻ വേണ്ടിയുള്ള നിപ്പിലാണ്. പാർക്കിംഗ് നിർത്തിയേക്കാണ്. അപ്പം അതോടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം.
അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പോയതിനെക്കാട്ടിലും നമ്മൾ റൈഡ് ചെയ്ത യാത്രയുള്ള നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവരോട് വരുന്നതെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരും. അപ്പോൾ ഇനിയും നിങ്ങളുമായിട്ട് ഇനിയും അടുത്തടുത്ത യാത്രയിൽ വരാൻ കൂടുതൽ എക്സൈറ്റഡ് ആണ്. വരണം, നിങ്ങൾ വരാത്ത ഞങ്ങളുടെ പ്രശ്നം. അടുത്ത യാത്രയോടെ ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കാണും. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ എപ്പിസോഡ്സ് ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.